നമസ്കാരം. ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നോക്കാം. വ്യാപക മഴക്കെടുതിയിൽ സംസ്ഥാനത്ത് 5 മരണം. തിരുവനന്തപുരത്ത് ആൽമരം കാറിന് മുകളിൽ വീണ സ്ത്രീ മരിച്ചു. ചിറ്റൂർ പുഴയിൽ കുടുങ്ങിയവരെ അതിസാഹസികമായി രക്ഷപ്പെടുത്തി. പ്രളയ സാധ്യത ഇല്ലെന്ന് മന്ത്രി കെ രാജൻ. 8 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. തിരുവനന്തപുരത്തെ മാലിന്യ പ്രശ്നത്തിൽ റെയിൽവേയുടെ നിസ്സഹകരണം തെളിയിക്കുന്ന രേഖകൾ പുറത്ത്. പാളം പൊളിക്കേണ്ടതിനാൽ മാലിന്യ ടണൽ മാറ്റാനാകില്ലെന്ന് റെയിൽവേ 2015 അറിയിച്ചു. ടണൽ വൃത്തിയാക്കണമെന്ന നിർദ്ദേശവും അവഗണിച്ചു. തർക്കം പരിഹരിക്കാൻ ഉന്നതതല യോഗം വിളിച്ച് മുഖ്യമന്ത്രി. റെയിൽവേയോട് വിശദീകരണം തേടി ഗവർണർ. റെയിൽവേ തൊഴിൽ നിയമങ്ങൾ ലംഘിച്ചുവെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ഒരു വിഭാഗം മാധ്യമങ്ങളും എതിരാളികളും നടത്തുന്ന കടന്നാക്രമണങ്ങളെ പരാജയപ്പെടുത്തുമെന്ന് CPM. പ്രമോദ് കോട്ടൂളിക്കെതിരായ അച്ചടക്ക നടപടിയിൽ നുണപ്രചാരണത്തിലൂടെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമം. നടപടിക്ക് വിധേയരാകുന്നവർക്ക് വീരപരിവേഷം നൽകുന്നു. പുരസ്കാര ചടങ്ങിൽ ആസിഫ് അലിയെ അപമാനിക്കുന്ന പെരുമാറ്റവുമായി രമേശ് നാരായണൻ. ആസിഫ് അലി നൽകിയ പുരസ്കാരം ജയരാജനെ വിളിച്ചു വരുത്തി വീണ്ടും ഏറ്റുവാങ്ങി. വിവാദം തെറ്റിദ്ധാരണ മൂലമെന്ന് രമേശ് നാരായണൻ. ആസിഫ് അലിയെ അപമാനിച്ചിട്ടില്ലെന്നും മാപ്പ് പറയാൻ തയ്യാറെന്നും മാധ്യമങ്ങളോട്. ജമ്മുകശ്മീരിൽ ഭീകരരുമായുള്ള ഏറ്റുമുട്ടലിൽ 4 സൈനികർക്ക് വീരമൃത്യു. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത ഭീകര സംഘടനയായ കശ്മീർ ടൈഗേഴ്സ്. സ്ഥിതിഗതികൾ വിലയിരുത്തി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. തമിഴ്നാട്ടിൽ വീണ്ടും രാഷ്ട്രീയ കൊല. കൊല്ലപ്പെട്ടത് നാം തമിഴർ കക്ഷി നേതാവ്. കൊലപാതകം മധുരയിൽ പ്രഭാത നടത്തത്തിനിടെ. കോഴിക്കോട് താമരശ്ശേരിയിൽ മൊബൈൽ ഷോപ്പ് ഉടമയെ തട്ടിക്കൊണ്ടുപോയത് കൊട്ടേഷൻ സംഘം. ആവശ്യപ്പെട്ടത് 10 കോടി രൂപ. രാത്രി റോഡരികിൽ മോചിപ്പിച്ചു. 6 പേർ കസ്റ്റഡിയിൽ. പുറത്തിറങ്ങിയപ്പോഴും ഒരു 10-40ഓളം ആൾക്കാർ വന്നിട്ട് വണ്ടിക്ക് വട്ടം വെച്ച് വളഞ്ഞു. വണ്ടിയുടെ പുറകിലെ ഗ്ലാസ് അടിച്ച് പൊട്ടിച്ച് എൻ്റെ കഴുത്തിൽ കിടന്ന ചെയിനൊക്കെ വലിച്ച് പൊട്ടിച്ചായിരുന്നു. എൻ്റെ കൈയൊക്കെ പിടിച്ച് തിരിച്ച് കൈയൊക്കെ വലിച്ച് ഓടിച്ചായിരുന്നു. CPM MLAക്ക് കടന്നുപോകാൻ വാഹനം മാറ്റാത്തതിന് ഗർഭിണിക്കും കുടുംബത്തിനും നേരെ ആക്രമണം. അരുവിക്കര MLA ജി സ്റ്റീഫനൊപ്പം ഉണ്ടായിരുന്നവർ കാറിന്റെ ഗ്ലാസ് തകർത്തെന്ന പരാതിക്കാരനായ ബിനീഷ്. ആക്രമണം നടക്കുമ്പോൾ MLA കാറിൽ ഉണ്ടായിരുന്നെന്നും പരാതിക്കാരൻ. വനിതാ SIയെ ഇമ്പോസിഷൻ എഴുതിച്ച് പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി. ഭാരതീയ ന്യായ സംഹിതയെക്കുറിച്ചുള്ള SP-യുടെ ചോദ്യത്തിന് മറുപടി തെറ്റിച്ചതിന് ശിക്ഷ. ഉദ്യോഗസ്ഥർക്കിടയിൽ അതൃപ്തി. വിശദമായി നോക്കാം. തിരുവനന്തപുരം പേരൂർക്കടയിൽ ദമ്പതികൾ സഞ്ചരിച്ച കാറിന് മുകളിൽ മരം വീണ് സ്ത്രീ മരിച്ചു. തൊളിക്കോട് സ്വദേശിനി മോളിയാണ് മരിച്ചത്. ഭർത്താവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. രാത്രി 8 മണിയോടെയായിരുന്നു അപകടം. ഇല്ല അതല്ല അവര് നോക്കിയത്. അല്ലല്ല എടുത്തു ഇല്ല സാർ ഞാൻ കണ്ടല്ല പോലീസ് എടുത്തു. അവർ വിളിച്ച് ഇറങ്ങി അങ്ങനെ താത്തോടെ Vaya con más
ജംഗ്ഷനിൽ നിൽക്കുകയായിരുന്നു. പെട്ടെന്നൊരു ശബ്ദം കേട്ടു. ഞാൻ ഓടിയിട്ട് വരുന്നു. അതിനകത്ത് വിളി കേൾക്കുന്നു. ഡ്രൈവറെ പിടിച്ച് മാറ്റുന്നു. അതിനകത്ത് വിളിച്ചു. പിന്നെ ഞാൻ ഇവിടെ കിടന്ന് എല്ലാവരെയും വിളിച്ചപ്പോൾ കറണ്ടടിക്കും നാലെണ്ണം ആരും കയറിയില്ല. ഞാൻ കാര്യം കയറി ഡ്രൈവറെ മാറ്റി. നമുക്ക് എടുക്കാൻ പറ്റില്ല. പെട്രോൾ എടുക്കുന്നു. ഞങ്ങൾ വെട്ടി മുറിച്ച് ഒരു 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു പോർഷൻ ബാക്കിയുള്ള പോലീസിനെ എല്ലാം പിടിച്ചു വന്നു. നമ്മൾ ഒരു 8-10 പേരുണ്ടായിരുന്നു. ഫുൾ ടൈം ജോലി ചെയ്തു. നമ്മളെ കൊണ്ട് പറ്റുന്നത് നമ്മൾ ചെയ്തു. അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് വിഷമമുണ്ട്. അവരെ വിളി അത്ര ഭയങ്കര വിളിയായിരുന്നു. ഞാൻ എന്നിട്ട് കൈയിട്ട് ഫ്രിഡ്ജിനെ അനക്കി നോക്കി. റോഡ് പണിക്ക് അടുത്ത മാസം മുറിക്കുമെന്ന് പഞ്ചായത്തു നിന്നും വില്ലേജിൽ നിന്നും വന്ന് പറയുകയുണ്ടായി. അതുകൊണ്ട് ഇത് മുറിക്കുക അതുപോലെ ബസ്സിൽ നിന്ന മരമാണ്. പിന്നെ പഞ്ചായത്തും ഇല്ല, നല്ല ആരൊന്നും തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇതിപ്പോൾ പ്രവർത്തനങ്ങളെല്ലാം സ്വീകരിച്ച നാട്ടുകാർ വെളിയിൽ നിന്ന് വന്ന 2-3 പേര് മാത്രമല്ല. കറണ്ട് അടിക്കുമെന്ന് പറഞ്ഞാൽ ആരും കയറിയില്ല ആ സമയം. അതാണ് ഞാൻ മാത്രം കയറി. വിവരങ്ങളുമായി അരുൺ മോഹൻ ചേരുകയാണ്. അരുൺ, അതിദാരുണമായ ഒരു അപകടം. ഒരു കൂറ്റൻ മരമാണ് ഇത്തരത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന കാറിന് മുകളിലേക്ക് വീണത്. ഒരു സ്ത്രീ മരിച്ചിരിക്കുന്നു. അവരുടെ ഭർത്താവിന്റെ നില ഇപ്പോൾ എങ്ങനെയുണ്ട്? മറ്റ് വിശദാംശങ്ങൾ എങ്ങനെയാണ് അപകടവുമായി ബന്ധപ്പെട്ട്? ഇന്ന് വൈകിട്ട് 8:30 ഒരു സംഭവം ഉണ്ടായത്. ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ പേരൂർക്കടയ്ക്കടുത്ത് നെടുമങ്ങാട് ആയിരുന്നു ഈ ഒരു സംഭവം അരങ്ങേറിയത്. ഈ പറയുന്ന മോളിയും ആൺ സുഹൃത്തുമൊപ്പം സഞ്ചരിക്കുന്നതിനിടയിലായിരുന്നു ഒരു വൃക്ഷം കടവഴുകി വീണതും ഒപ്പം ഇവരുടെ വാഹനത്തിലേക്ക് വീണത്. അവിടെ വെച്ച് തന്നെ ഈ സ്ത്രീ മോളി തൽക്ഷണം മരിക്കുകയായിരുന്നു എന്ന് പറയുന്നു. രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയെങ്കിലും അവരുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഈ പറയുന്ന ആൺ സുഹൃത്തിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു. അയാൾ ഇപ്പോൾ ചികിത്സയിലാണ്. റോഡ് പണിയുമായി ബന്ധപ്പെട്ട് മുറിച്ചു മാറ്റാൻ വിട്ടിരുന്ന ഒരു ആൽമരമായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. പക്ഷെ അത് ഇന്ന് കാറ്റത്തും മഴയത്തും അവിടെ നിലം പതിക്കുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്തായാലും അഗ്നിരക്ഷാ സേനയ്ക്ക് വളരെ മണിക്കൂറുകൾ ഇടപെട്ടതിന് ശേഷമാണ് അവിടെ ഗതാഗതം പുനഃസ്ഥാപിച്ചത്. തീർച്ചയായും അരുൺ മോഹനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും തിരുവനന്തപുരം പേരൂർക്കടയിലാണ് ഇത്തരത്തിൽ അതിദാരുണമായ ഈ അപകടം സംഭവിച്ചത്. ഓടിക്കൊണ്ടിരുന്ന കാറിന് മുകളിലേക്ക് ആൽമരം കടപുഴകി വീഴുകയായിരുന്നു. അതിലുണ്ടായിരുന്ന സ്ത്രീ മരിച്ചിരിക്കുന്നു. അതിൽ ഉള്ളിലുണ്ടായിരുന്ന മറ്റൊരു പുരുഷനെ ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. സംസ്ഥാനത്ത് വ്യാപക മഴക്കെടുതിയിൽ 5 മരണം. പാലക്കാടും കണ്ണൂരും മരണം റിപ്പോർട്ട് ചെയ്തു. പാലക്കാട് വീട് തകർന്നു വീണാണ് അമ്മയും മകനും മരിച്ചത്. കണ്ണമ്പ്ര കൊട്ടേക്കാട് സ്വദേശികളായ സുലോചന, മകൻ രഞ്ജിത്ത് എന്നിവരാണ് മരിച്ചത്. കണ്ണൂരിൽ വെള്ളക്കെട്ടിൽ വീണാണ് 2 പേരുടെ മരണം. മട്ടന്നൂർ കോളാരി കുംഭമൂലയിൽ കുഞ്ഞാമിന, ചൊക്ലി സ്വദേശി താഴേക്കുരിയിൽ ചന്ദ്രശേഖരൻ എന്നിവരാണ് മരിച്ചത്. പലയിടത്തും വീടുകൾ തകർന്നു. ഇടുക്കി മൂന്നാർ ഗ്യാപ് റോഡിലും വയനാട്ടിലും മണ്ണിടിച്ചിലുണ്ടായി. ആലപ്പുഴ എടത്വയിൽ ആഞ്ഞിലിമരം വീണ് വീട് തകർന്നു. തലവടി സ്വദേശി ബാലന്റെ വീടാണ് തകർന്നത്. ഇടുക്കി ഉടുമ്പൻചോലയിൽ മരം വീണ് വീട് തകർന്നു. മണത്തോട് സ്വദേശി സുരേഷിന്റെ വീടാണ് തകർന്നത്. ഷീറ്റ് തകർന്ന് ദേഹത്തെ പതിച്ച സുരേഷിന്റെ ഭാര്യ മഹാലക്ഷ്മിക്ക് പരുക്കേറ്റു. കോഴിക്കോട് കാരശ്ശേരിയിൽ ശക്തമായ മഴയിൽ വീടിന്റെ സംരക്ഷണ ഭിത്തി തകർന്ന് 2 വീടുകൾ അപകട ഭീഷണിയിലായി. ലോവർ പെരിയാർ വൈദ്യുതി നിലയത്തിലേക്ക് വീണ്ടും മണ്ണിടിഞ്ഞു വീണു. 2 ഫീഡറുകൾ തകർന്നു. ചെർപ്പുളശ്ശേരി ടൗണിൽ നഗരസഭയുടെ പൊതുകിണർ കനത്ത മഴയിൽ ഇടിഞ്ഞു താന്നു. പെരിയാറിലും പമ്പയിലും ചാലക്കുടി പുഴയിലും ജലനിരപ്പ് ഉയരുകയാണ്. കനത്ത മഴയിൽ ഭവാനിപ്പുഴ കരകവിഞ്ഞു. അട്ടപ്പാടി താവളം പാലം വെള്ളത്തിനടിയിലായി.
ആനക്കല്ലിൽ മരം വീണ് വൈദ്യുതി പോസ്റ്റുകൾ തകർന്നു. ഇരവഴിഞ്ഞിപ്പുഴയും ചെറുപുഴയും കരകവിഞ്ഞൊഴുകുകയാണ്. റോഡിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ടു. പത്തനംതിട്ട പന്തളത്ത് ശക്തമായ കാറ്റിലും മഴയിലും 10-ലധികം വൈദ്യുതി പോസ്റ്റുകൾ നിലം പതിച്ചു. 26 വീടുകൾ ഭാഗികമായി തകർന്നു. ചാലക്കുടി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീണു. തളിക്കുളം നമ്പിക്കടവിൽ തെങ്ങ് വീണ് വീട് തകർന്ന് 3 പേർക്ക് പരിക്കേറ്റു. തളിക്കുളം നമ്പിക്കടവ് വെളിയകത്ത് ആലി മുഹമ്മദിന്റെ വീടിന്റെ മുകളിലേക്ക് തെങ്ങ് വീണാണ് അപകടം. കനത്ത മഴ പ്രവചിക്കുന്നുണ്ടെങ്കിലും പ്രളയ സാധ്യതയില്ലെന്നും മലയോര മേഖലകളിൽ ജാഗ്രത തുടരണമെന്നും റവന്യൂ മന്ത്രി കെ രാജൻ പ്രതികരിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. കനത്ത മഴയെ തുടർന്ന് പല ഡാമുകളുടെയും ഷട്ടറുകൾ തുറന്നു. മലങ്കര അണക്കെട്ടിന്റെ 6 ഷട്ടറുകളും തുറന്നതിന്റെ ആകാശ ദൃശ്യം കാണാം. കനത്ത മഴയിൽ പെരിയാറിൽ ജലനിരപ്പ് ഉയർന്നു. ആലുവ ശിവക്ഷേത്രം വെള്ളത്തിൽ മുങ്ങി. കനത്ത മഴയിൽ ഭാരതപ്പുഴയിൽ ക്രമാതീതമായി നീരൊഴുക്ക് വർദ്ധിച്ചു. പട്ടാമ്പിയിലും തൃത്താലയിലും പുഴ ഇരുകരമുട്ടി ഒഴുകാൻ തുടങ്ങി. നീരൊഴുക്ക് ശക്തമായതോടെ വെള്ളിയാങ്കല്ല് റെഗുലേറ്ററിന്റെ 25 ഷട്ടറുകൾ തുറന്നു. മഴ ശക്തമായി തുടരുന്നതിനാൽ 8 ജില്ലകളിൽ നാളെ അവധി. കോഴിക്കോട്, വയനാട്, പാലക്കാട്, തൃശൂർ, ഇടുക്കി, കോട്ടയം, ആലപ്പുഴ, കണ്ണൂർ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി. കണ്ണൂരിൽ കോളേജുകൾക്ക് അവധി ബാധകമല്ല. എല്ലാ ജില്ലകളിലും അങ്കണവാടികൾക്ക് അവധി ബാധകമാണ്. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമുണ്ടാകില്ല. വയനാട്ടിൽ MRS സ്കൂളുകൾക്ക് അവധി ബാധകമല്ല. തിരുവനന്തപുരത്ത് പൊന്മുടി വിനോദസഞ്ചാര കേന്ദ്രം അടച്ചു. ഇലവീഴ പൂഞ്ചിറ, ഇല്ലിക്കൽ കല്ല്, മാർമല അരുവി എന്നീ വിനോദസഞ്ചാര കേന്ദ്രങ്ങളും അടച്ചു. ഇരാറ്റുപേട്ട വാഗമൺ റോഡിൽ രാത്രികാല യാത്ര നിരോധിച്ചു. പാലക്കാട് ചിറ്റൂർ പുഴയിൽ കുളിക്കാനിറങ്ങിയപ്പോൾ അകപ്പെട്ട 4-അംഗ കുടുംബത്തെ അതിസാഹസികമായി രക്ഷപ്പെടുത്തി. മൈസൂർ സ്വദേശികളായ ലക്ഷ്മണ, ദേവി, സുരേഷ്, വിഷ്ണു എന്നിവരാണ് 3 മണിക്കൂർ നേരം പുഴയിൽ കുടുങ്ങിയത്. മരണത്തെ മുഖാമുഖം കണ്ട മണിക്കൂറുകൾ. കുതിച്ചൊഴുകുന്ന ചിറ്റൂർ പുഴ മധ്യത്തിലുള്ള തുരുത്തിലെ പാറയിൽ 4 പേരും നിന്നു. ദേവിയുടെ അസാധാരണ ധൈര്യമാണ് ഭർത്താവ് ലക്ഷ്മണയ്ക്കും മകനും സഹോദരപുത്രനും ശക്തി പകർന്നത്. സംഭവം പുറത്തറിഞ്ഞത് ഇവർ പുഴയിലകപ്പെട്ട് 2 മണിക്കൂറോളം കഴിഞ്ഞ ശേഷം. പോലീസും ഫയർഫോഴ്സും നരണി ആലംകോട് കോസ്വേക്ക് താഴെ കുതിച്ചെത്തി. വടമെറിഞ്ഞ് ലൈഫ് ജാക്കറ്റുമായി രക്ഷാപ്രവർത്തകർ കൂലം കുത്തിയൊഴുകുന്ന ചിറ്റൂർ പുഴയെ കീറിമുറിച്ച് അവരുടെ അടുത്തെത്തി. ദേവിയെയാണ് ആദ്യം കരക്കെത്തിച്ചത്. പിന്നീട് ഓരോരുത്തരായി കരയിലേക്ക്. അവസാനത്തെയാളും കരതൊട്ടപ്പോൾ പിരിമുറുക്കത്തിന്റെയും ഭയത്തിന്റെയും മണിക്കൂറുകൾ പിന്നിലായി. മൈസൂർ സ്വദേശികളായ കുടുംബം മീൻവല നിർമ്മിച്ച് വിൽക്കാനാണ് പാലക്കാട്ടെത്തിയത്. മഴയും ജാഗ്രതാ നിർദ്ദേശങ്ങളുമൊന്നും അറിയാതെയാണ് കുളിക്കാനിറങ്ങിയത്. മൂലത്തറ ഡാമിന്റെ ഷട്ടറുകൾ തുറന്നതിനാൽ ചിറ്റൂർ പുഴയിൽ ജലനിരപ്പ് ഉയർന്നിരുന്നു.
സംഭവമറിഞ്ഞ് മന്ത്രി കൃഷ്ണൻകുട്ടി സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനത്തിന് ചുക്കാൻ പിടിച്ചു. പുഴയിലകപ്പെട്ടവരെ അതിസാഹസികമായി രക്ഷപ്പെടുത്തിയ ഫയർഫോഴ്സ് ജീവനക്കാരെ മന്ത്രി അഭിനന്ദിച്ചു. ന്യൂസ് 18 പാലക്കാട്. കോഴിക്കോട് നാദാപുരം തലശ്ശേരി സംസ്ഥാന പാതയിൽ റോഡിലെ വെള്ളക്കെട്ടിൽ വീണ് കാർ നിയന്ത്രണം വിട്ട് മരത്തിലിടിച്ച് തകർന്നു. 3 യാത്രക്കാർക്ക് പരിക്കുണ്ട്. വെള്ളൂർ കോട്ടയമ്പ്ര സ്വദേശികളാണ് കാറിൽ ഉണ്ടായിരുന്നത്. അപകടത്തിൽ കാർ നിശേഷം തകർന്നു. പേരുമേട് മത്തായി കൊക്കോയ്ക്ക് സമീപം റോഡിലേക്ക് മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടു. കനത്ത മഴയിലാണ് മണ്ണിടിഞ്ഞത്. വലിയ വാഹനങ്ങൾ ഏലപ്പാറ, മേമല, പഴയ പാമ്പനാർ വഴി തിരിച്ചുവിട്ടു. ചെറിയ വാഹനങ്ങൾ മാത്രമാണ് ഇതുവഴി കടത്തിവിടുന്നത്. ഈ വർഷം ആദ്യം ഇവിടെ മലമുകളിൽ നിന്ന് പാറകൾ റോഡിലേക്ക് പതിച്ചിരുന്നു. തിരുവനന്തപുരം വർക്കല ടൂറിസം മേഖലയിൽ വെള്ളക്കെട്ട് രൂക്ഷം. റോഡിലൂടെ ഒഴുകിയെത്തുന്ന ജലം പാപനാശം കുന്നുകളിലൂടെ തീരത്തേക്കും ഒഴുകിയെത്തുകയാണ്. വെള്ളക്കെട്ട് മൂലം പ്രദേശവാസികളും സഞ്ചാരികളും കടുത്ത ദുരിതത്തിലാണ്. ആമയിഴഞ്ചാൻ ദുരന്തത്തിന് കാരണം റെയിൽവേയുടെയും അനാസ്ഥയെന്നതിന് കൂടുതൽ തെളിവുകൾ. തമ്പാനൂരിലെ ടണൽ പൊളിച്ചു പണിയണമെന്ന് 2015 തന്നെ സംസ്ഥാന സർക്കാർ റെയിൽവേയോട് ആവശ്യപ്പെട്ടിരുന്നു. പ്ലാറ്റ്ഫോം പൊളിക്കണമെന്നത് അടക്കമുള്ള കാരണങ്ങൾ പറഞ്ഞ് 9 വർഷത്തിന് ശേഷവും നടപടി വൈകിക്കുകയായിരുന്നു. മനോരഥങ്ങളുടെ ട്രെയിലർ ലോഞ്ച് ചടങ്ങിനിടെ നടൻ ആസിഫ് അലിയെ അപമാനിച്ച് രമേശ് നാരായണൻ. ചടങ്ങിൽ പുരസ്കാരം നൽകാൻ നടൻ ആസിഫ് അലിയെയാണ് സംഘാടകർ ക്ഷണിച്ചത്. ആസിഫ് അലി രമേശ് നാരായണന് പുരസ്കാരം നൽകുകയും ചെയ്തു. എന്നാൽ രമേശ് നാരായണൻ സംവിധായകൻ ജയരാജനെ വിളിച്ചു വരുത്തി അദ്ദേഹത്തിൽ നിന്ന് പുരസ്കാരം ഏറ്റുവാങ്ങുകയായിരുന്നു. എന്നാൽ അനൗൺസ്മെന്റ് കേട്ടില്ലെന്നും ആസിഫ് അലിയോട് മാപ്പ് പറയാൻ തയ്യാറാണെന്നും രമേശ് നാരായണൻ പ്രതികരിച്ചു. MG വാസുദേവൻ നായരുടെ 9 കഥകളെ അടിസ്ഥാനമാക്കി ഒരുങ്ങുന്ന ചലച്ചിത്ര സമാഹാരമായ മനോരഥങ്ങളുടെ ട്രെയിലർ ലോഞ്ച് ചടങ്ങിനിടെയായിരുന്നു ഈ സംഭവം. സിനിമയ്ക്ക് സംഗീതം നൽകിയിരിക്കുന്നത് അദ്ദേഹമാണ്. ഒരുപാട് പുരസ്കാരങ്ങൾ മലയാള സിനിമയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ശ്രീ രമേശ് നാരായണൻ. വനിതാ SIക്ക് SP വക ഇമ്പോസിഷൻ. പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിയാണ് വനിതാ SIക്ക് ഇമ്പോസിഷൻ എഴുതാൻ നിർദ്ദേശം നൽകിയത്. പതിവ് നടക്കുന്ന സാറ്റ റിപ്പോർട്ടിംഗിനിടെ പുതിയ ക്രിമിനൽ നിയമത്തെക്കുറിച്ചും ഭാരതീയ ന്യായ സംഹിതയെക്കുറിച്ചും SP ചോദിച്ച ചോദ്യത്തിന് കൃത്യമായ മറുപടി വനിതാ SI നൽകാത്തതിനെ തുടർന്നായിരുന്നു 3 പ്രാവശ്യം ഇമ്പോസിഷൻ എഴുതാൻ നിർദ്ദേശിച്ചത്. തുടർന്ന് SI ഇമ്പോസിഷൻ എഴുതി SPക്ക് മെയിൽ അയക്കുകയും ചെയ്തു. കടുത്ത മാനസിക സമ്മർദ്ദം നേരിടുന്ന പോലീസ് സേനയിൽ SPയുടെ നടപടി ഉദ്യോഗസ്ഥർക്കിടയിൽ അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രമോദ് കോട്ടൂളിക്കെതിരായ അച്ചടക്ക നടപടിയിൽ പാർട്ടിക്കെതിരെ മാധ്യമങ്ങളും രാഷ്ട്രീയ എതിരാളികളും നടത്തുന്ന കടന്നാക്രമണങ്ങളെ പരാജയപ്പെടുത്തുമെന്ന് CPM. നുണപ്രചാരണത്തിലൂടെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും പാർട്ടിയിൽ കുഴപ്പമാണെന്ന് വരുത്തി തീർക്കാനുമാണ് ശ്രമം. പാർട്ടി നടപടികൾക്ക് വിധേയരാവുന്നവർക്ക് പാർട്ടി ശത്രുക്കളും മാധ്യമങ്ങളും വീരപരിവേഷം നൽകുന്നുവെന്നും CPM പറയുന്നു. പാർട്ടി നേതൃത്വത്തെയും സംസ്ഥാന സർക്കാരിനെയും കരിവാരി തേക്കാൻ ശ്രമമെന്നും എളമരം കരീമിനും മന്ത്രി റിയാസിനുമെതിരെ നീചമായ പ്രചാരണമെന്നും CPM കോഴിക്കോട് ജില്ലാ കമ്മിറ്റി പ്രസ്താവനയിൽ പറയുന്നു. പ്രമോദിനെതിരായ നടപടി തിരുത്തൽ പ്രക്രിയയുടെ ഭാഗമെന്നും CPM അറിയിച്ചു. തമിഴ്നാട്ടിൽ വീണ്ടും രാഷ്ട്രീയ കൊലപാതകം. നാം തമിഴർ പാർട്ടി മധുരൈ ജില്ലാ ഡെപ്യൂട്ടി സെക്രട്ടറി ബാലസുബ്രഹ്മണ്യമാണ് കൊല്ലപ്പെട്ടത്. ഇന്ന് രാവിലെ മധുരയിലാണ് സംഭവം. പ്രഭാത നടത്തത്തിനിറങ്ങിയ ബാലസുബ്രഹ്മണ്യത്തെ സംഘം വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. 10 ദിവസത്തിനിടെ തമിഴ്നാട്ടിൽ നടക്കുന്ന 2ാമത്തെ രാഷ്ട്രീയ കൊലപാതകമാണിത്. ജമ്മു കശ്മീരിൽ ഭീകരരുമായുള്ള ഏറ്റുമുട്ടലിൽ 4 സൈനികർക്ക് വീരമൃത്യു. ഡോഡ ജില്ലയിലുണ്ടായ ഏറ്റുമുട്ടലിലാണ് മേജർ ബ്രിജേഷ് ധാപ്പ ഉൾപ്പെടെ 4 സൈനികർ വീരമൃത്യു വരിച്ചത്. ഭീകരർക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഭീകര സംഘടനയായ കശ്മീർ ടൈഗേഴ്സ് ഏറ്റെടുത്തു. ഇന്നലെ രാത്രി 7 മണിയോടെ സുരക്ഷാസേന തെരച്ചിൽ നടത്തുന്നതിനിടെയാണ് ആക്രമണമുണ്ടായത്. കരസേനാ മേധാവിയുമായി സംസാരിച്ച പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് സ്ഥിതിഗതികൾ വിലയിരുത്തി. മകന്റെ വിവാഹവേളയിൽ പെൺമക്കളുടെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിച്ച് റിലയൻസ് ഫൗണ്ടേഷൻ ചെയർപേഴ്സൺ നിത അംബാനി. 2 കുടുംബങ്ങൾ ഒത്തുചേരുമ്പോൾ കന്യാദാനം എന്നതിന് വലിയ പ്രസക്തിയുണ്ട്. ഒരു കുടുംബം ഒരു മകനെയും മറ്റൊരു കുടുംബം ഒരു മകളെയും നേടുന്നു എന്ന് നിത അംബാനി പറഞ്ഞു. അനന്ത് അംബാനിയുടെയും രാധിക മർച്ചന്റിന്റെയും കന്യാദാന ചടങ്ങിലാണ് നിത അംബാനി പെൺമക്കളുടെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിച്ചത്. Dearest family, friends and distinguished guests from India
and all around the world. Jai Shri Krishna. Namaskar and thank you for joining us in this sacred ceremony. At this moment, I'm overwhelmed with emotions, joy, gratitude, and deep devotion as I watch these two pieces of my heart, Anant and Radhika, unite in this eternal bond. In Hindu tradition, marriage is a solemn promise, not just for this lifetime, but for 7 lifetimes. Saat Janam Ka Saath. It's a belief that souls destined to find each other do so again and again, their love deepening with each lifetime. As we continue with the Vivah Sanskar, the wedding ceremony, we are about to witness the noblest of all acts in Indian culture, the Kanyadan, commonly signifying the giving away of the bride by her parents. But as a daughter myself, as the mother of a daughter, and also a mother-in-law, I know that no parents can ever give away their daughters. Daughters are life's biggest blessings and greatest joys. They are manifestations of Goddess Lakshmi, bringing abundance and auspiciousness to our homes and lives from the time they are born. They are the purest part of our souls, intertwined with our very being. How does one part with a piece of their heart? The affection, joy, and memories a daughter or Kanya has shared with her family over the years cannot be handed over. They are theirs forever. A daughter is not a possession to be transferred. She is a blessing to be cherished and treasured. She's a source of happiness, love, and light that will now also share with her new family. India's spiritual and cultural traditions hold women in the highest esteem. Our scriptures teach us, where there are daughters, there is auspiciousness. Daughters have a higher God-given power. हमारी बेटियां घर को स्वर्ग बना देती है. स्त्री पूजनीय है, वो जननी है, वो अन्नपूर्णा है. वो सुख, समृद्धि और ऐश्वर्य लाती है. इसलिए हम धरती को माँ कहते हैं, नदियाँ को माँ कहते हैं और भारत को भी भारत माँ कहते हैं. स्त्री ज्ञान है, बल है, सुख है, शांति है. इसलिए वो सरस्वती है, शक्ति है, लक्ष्मी है. स्त्री ही अनंत की अनंत चेतना है. Dearest family and friends, as we witness the Kanyadan, I wish to emphasize that Hinduism is Nitya Nutan. It is capable of constant self-renewal and self-reform with time. An Indian wedding rests on the foundation of perfect equality between Var and Kanya, between groom and bride, and also between their two families. Hence, the true cultural significance of Kanyadan is that the bride's parents accept the groom as their son and entrust his family with their precious daughter. My dearest Shaila and Viren, today you are not giving away your daughter to us. Rather, you are gaining a son and a new family. Our dearest Anant now belongs as much to you as our dearest Radhika belongs to us. Mukesh and I promise you that Radhika will always be protected as our daughter, cherished as Anant's soulmate,
loved as Isha, Anand, Shloka, and Akash's sister, and adored as the most doting Kaki and Mami to Prithvi, Adya, Krishna, and Veda. My dearest Radhika, with open hearts and lots of love, we welcome you as the youngest Bahu of our family, as Mrs. Radhika Anant Ambani. May our Devis and Devtas shower you and Anant with all the love, laughter, and happiness in the world. May your path together be blessed always and forever. With that prayer in our hearts, dear family and friends, we now proceed with the Kanyadan. Thank you. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.